ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇന്ന് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വീടിനകത്ത് ഒരു വാളിൽ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഗാർഡനിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കൽ ഗാർഡൻ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുള്ള ഓരോ പോട്ട്സും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന പോട്ട്സും ബോട്ടിൽസ്, ബോക്സസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള പോട്ട്സ് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇതുപോലുള്ള 2 ചോക്ലേറ്റിൻ്റെ ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ചോക്ലേറ്റ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ വലിച്ചെറിയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ജ്വല്ലറി ഒക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മൾ എടുത്ത് വെക്കും. അപ്പോൾ ഇനി മുതൽ ഇത് നമുക്ക് നല്ലൊരു പ്ലാന്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനാദ്യം ഇതിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതിലൊരു കോട്ട് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനൊരു വൈറ്റ് പെയിൻറ്റാണ് അടിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റും അതുപോലെ കളറൊക്കെ യൂസ് ചെയ്തോളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും വരക്കാം. ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണി ചെയ്യാണ്. പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഇതിലൊരു സിമ്പിൾ ഡിസൈൻ കൊടുക്കുകയാണ്. ഇതിലാദ്യം കൊടുത്തിട്ടുള്ള ഈ വൈറ്റ് മാറ്റ് ഫിനിഷ് ആണല്ലോ കൊടുത്തത്. അതുകൊണ്ട് ഈ മാർക്കർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പിടിക്കുന്നൊക്കെ ഉണ്ട്. 1-2 തവണ ഇങ്ങനെ വരക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഇത് വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ കാണുന്ന ഫ്രണ്ടിലും പിന്നെ ഈ സൈഡിലും ആയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതും ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ഡിസൈൻ വരച്ചതാണ്. അപ്പോൾ ഇങ്ങനെ 2 റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാളിൽ ഫിക്സ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഇതിനൊരു ഹോള് വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു കമ്പി ചൂടാക്കിയിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കംഫർട്ടിൻ്റെ ബോട്ടിൽ 2 എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യണം. ഇതൊരു പോക്കറ്റ് പോലെ ഹാങ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഫ്രണ്ട് സൈഡിൽ കുറച്ച് താഴ്ന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ പോകുന്ന വിധത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എഡ്ജസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലും ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഞാനിതിലും വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് സ്പ്രേ പെയിൻറ്റ്. ഈ ബോട്ടിൽ വൈറ്റ് ആയതുകൊണ്ട് പെയിൻറ്റ് അടിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. പക്ഷേ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാവും. ഇപ്പോൾ ഈ ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. ഞാൻ പല സൈസിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ ഈസിയാണ്. ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി അടുത്തടുത്തായിട്ട് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം. കിച്ചണിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബാത്റൂമിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മൊബൈൽ ചാർജൊക്കെ ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട്, പ്ലഗിൻ്റെ അടുത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ഇതിലിട്ട് വെക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത ബോട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു 4 ഇഞ്ച് ഹൈറ്റിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ ഒരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്മൂത്തായി കിട്ടും. ഇതുകൊണ്ട് ഞാനൊരു ഹാങ്ങിങ് ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിൽ ഞാൻ ഈ മാക്രമേ ചുറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുറ്റുന്നതിന് മുന്നായിട്ട് ഇത് ഹാങ് ചെയ്യാനുള്ള ത്രെഡ് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹാങ് ചെയ്യാൻ ഞാൻ ഈ വൂളൻ നൂലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ലെയറിലെടുത്തിട്ട് ഈ ഹോളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എത്ര ലെങ്ത്തിലാണ് വേണ്ടത് അത്ര ലെങ്ത്ത് എടുത്തിട്ട് ഈ ഹോളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാക്രമേ ത്രെഡ് തന്നെ ഇതിന് യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള മാക്രമേ ത്രെഡാണല്ലോ. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ചുറ്റി വരുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കും. ഇപ്പോൾ ഈ വൂളൻ നൂലാകുമ്പോൾ അങ്ങനെ പൊന്തി നിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൂളൻ നൂല് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് സൗകര്യമുള്ള നൂല് നിങ്ങളെടുത്തോളൂ. ഈ നൂലിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബീഡ്സ് കോർക്കുന്നുണ്ട്. ഈ ബീഡ്സിന് അത്ര വലിയ ഹോളൊന്നുമില്ല. അപ്പോൾ ഇത് ഈസി ആയിട്ട് പോകാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഈ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് തിന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായി നിൽക്കുകയും ചെയ്യും, നല്ല തിന്നായി കിട്ടുകയും ചെയ്യും. ഇനി ഈ ബീഡിലൂടെ കോർത്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് കോർക്കാൻ പറ്റും. ബോട്ടിൽ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബീഡ് കോർത്തു, വീണ്ടും ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യണം. ഇനി നമുക്ക് ഈ ബോട്ടിൽ മാക്രമേ ത്രെഡ് ചുറ്റിയെടുക്കാം. ഈ ത്രെഡിൻ്റെ പിരി അഴിഞ്ഞു പോകാതിരിക്കാൻ ഒരു ചെറിയ ടേപ്പ് ഇതിൻ്റെ അറ്റത്തും ചുറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫെവിക്കോൾ ഈ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ത്രെഡ് ചുറ്റി കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ലെയർ ചുറ്റുമ്പോൾ കുറച്ചധികം ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് സ്ലോലി ചുറ്റിയെടുത്താൽ മതി. കാരണം ഇത് ഇങ്ങോട്ട് ഈ എഡ്ജിൽ കൂടെ ഇങ്ങോട്ട് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ലെയർ ഉണങ്ങിയതിന് ശേഷം പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നീട് അങ്ങോട്ട് അത്ര അധികം ഗ്ലൂ ഒന്നും ആവശ്യമില്ല. ഇടയിൽ മാത്രം ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഈ ബോട്ടിലിന് കട്ടി കുറവായതുകൊണ്ട് ഇതിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ഇത് മെൽറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളെടുക്കുന്ന ബോട്ടിലിന് കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യാം. ഫസ്റ്റ് ലെയർ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയൊക്കെ ചുറ്റിയെടുക്കാം. പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ഇടയ്ക്ക് മാത്രം ഗ്ലൂ ആക്കിയിട്ട് ചുറ്റിയാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതിൽ മണ്ണ് നിറച്ചിട്ട് പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ് വെക്കാം. ഞാനിതിലൊരു മണി പ്ലാന്റ് ആണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ത്രെഡും കൂടെ ഇതിലൊന്ന് ചുറ്റുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഗ്ലൂ ആക്കണം, എന്നിട്ട് പിന്നെ ഇടയിലേക്ക് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയില്ലേ. മാക്രമേ ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ത്രെഡ് യൂസ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഇതിലൊരു പണിയില്ല. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ചെയ്യാം. ഇനി അടുത്തത് എടുത്തിട്ടുള്ളത് ചെറിയ ഐസ്ക്രീം ബോട്ടിലാണ്. ഇതിൻ്റെ ഈ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചാലും മതി, എല്ലാവരുടെ അടുത്തും സ്പ്രേ പെയിൻറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർക്കും ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു കോട്ട് അടിച്ചിട്ടുണ്ട്. ഇതിലിനി ഒരു കോട്ടും കൂടെ അടിക്കണം, എന്നാലേ എഴുത്തൊക്കെ ഒന്ന് ഹൈഡ് ആവുള്ളൂ. അപ്പോൾ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഞാൻ വൈറ്റ് പെയിൻറ്റും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഈ ഒരു ത്രെഡ് ചുറ്റുമാണ്. ആദ്യം ഒരു ഡ്രോപ്പ് ഗ്ലൂ ഒന്ന് ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്.
ലാസ്റ്റ് ഇതിൻ്റെ എൻഡിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ആക്കുന്നുണ്ട്. ഇനി വൈറ്റിൽ ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പോട്ട്സ് എല്ലാം റെഡിയായി. ഇതിൽ പ്ലാന്റ്സും വെച്ചു. ഇനി ഇത് വാളിൽ ഫിക്സ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനുള്ള സ്ക്രൂ എല്ലാം ഡ്രിൽ ചെയ്ത് അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെക്കാം. പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ ബേർഡ്സും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ബേർഡിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു കീ ഹോൾഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ ഇവിടെ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിതിലൊരു ബോട്ടിലും വെച്ചിട്ടുണ്ട്. ഇതൊരു ക്യാപ്പ് പൊട്ടിയ ബോട്ടിലായിരുന്നു. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റാണ് വെച്ചത്. ഇതിൻ്റെ നെക്കിൽ ഒരു ബ്ലാക്ക് ടൈ ഇട്ടിട്ട് ഒന്ന് ആദ്യം ടൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അണിയിലേക്ക് കൊളുത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കോറിഡോറിൻ്റെ ഒരു വാളിലാണ് കേട്ടോ. ഇവിടെ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വിൻഡോ കർട്ടൻ മാറ്റിയാൽ നല്ല സൺലൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഇതിൽ കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത് പോത്തോസാണ്. പോത്തോസിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, ജെയ്ഡും ഉണ്ട്, ഗോൾഡൻ പോത്തോസും ഉണ്ട്. പിന്നെ ഒന്ന് ഫിറ്റോണിയാണ്, അപ്പോൾ അതിനൊന്നും കൂടുതലായിട്ട് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ 2 പോട്ടിൽ ടേർട്ടിൽ വൈനാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതിനും ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. ഞാൻ വേറെയും കോറിഡോറിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഒന്നിൽ മാത്രമാണ് ടേബിൾ റോസ് വെച്ചിട്ടുള്ളത്, നമ്മുടെ 10 മണിമുല്ല. അപ്പോൾ അത് മാത്രമാണ് കുറച്ച് സംശയമുള്ളത്. അത് വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്, പറ്റുന്നില്ലെങ്കിൽ ഇവിടുന്ന് മാറ്റണം. ബാക്കിയൊക്കെ വളരാൻ ഇൻഡയറക്റ്റ് ലൈറ്റ് ആയാലും മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ബാൽക്കണിയൊക്കെ ഉള്ളവർക്ക് ബാൽക്കണിയിലൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വിൻഡോ സൈഡിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയത്. ഈ വാളിൽ ഇനി സ്പേസ് ഉണ്ട്, ഇനി ബോട്ടിലൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഇത് ഫില്ലാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.